ശ്രുതി ടീച്ചറാണ്. അപ്പോൾ എല്ലാവരും സ്കൂൾ വെക്കേഷനൊക്കെ ആയിട്ട് അല്ലെ, സ്കൂളൊക്കെ അടച്ച് ക്രിസ്തുമസിൻ്റെ ഒരു ഒരുക്കമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. ഈ സമയത്ത് ടീച്ചർ എന്തിനാ വന്നത്? പാഠഭാഗങ്ങൾ പറഞ്ഞു തരാനാണോ എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. പാഠഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, പക്ഷെ അതിനെ പൂട്ടി വെക്കാൻ നമുക്ക് പറ്റില്ല. കാരണം എന്താണ്, ഇനിയും പരീക്ഷകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അല്ലേ. എന്നാലും ഈ ഒരു കുറച്ച് ദിവസങ്ങളിൽ നമുക്കൊന്ന് റിലാക്സ് ആവണ്ടേ, വേണം അല്ലേ. അപ്പോൾ തൽക്കാലം നിങ്ങൾ പുസ്തകങ്ങളെയൊക്കെ ഒന്ന് മറന്നേക്ക്. എങ്കിലും പുസ്തകങ്ങളെ പൂർണ്ണമായിട്ടും മറക്കാനൊന്നും പാടില്ല. കുറച്ച് സമയം നമ്മൾ വായിക്കേണ്ട കാര്യങ്ങൾ വായിക്കണം. മത്സര പരീക്ഷകളൊക്കെ മുന്നിലുണ്ട്. അതൊക്കെ കണക്കാക്കി നമ്മൾ എന്ത് ചെയ്യണം? വായന മുടക്കാതിരിക്കണം. അപ്പോൾ പാഠപുസ്തകം വായിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വായിക്കാൻ നമ്മൾ കണ്ടെത്തേണ്ട ചില പുസ്തകങ്ങളുണ്ട് അല്ലേ. ആ വായനയെ നമ്മൾ കൂട്ടുപിടിക്കണം. എന്തിനു വേണ്ടിയിട്ടാ? വായന എന്ന് പറയുന്നത് ഒരു ലഹരിയാണ് കേട്ടോ. അപ്പോൾ വായനയെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ചായിട്ട് നമ്മൾ വായനയൊക്കെ തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. എനിക്കറിയാം പലരും ചെറിയ ക്ലാസ് മുതലേ വായിച്ചൊക്കെ തുടങ്ങുന്നുണ്ട് എന്ന്. ഇതുവരെ വായനയൊന്നും തുടങ്ങാത്തവരോടാണ്, പുസ്തകങ്ങളുമായിട്ട് കൂട്ടുകൂടാത്തവരോടാണ് ടീച്ചർക്ക് പറയാനുള്ളത്. വായനയെ നിങ്ങളോട് ചേർത്ത് പിടിക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി വായനയെ മാറ്റുന്ന സമയത്ത് വായന വല്ലാത്തൊരു ലഹരിയായി മാറും. നിങ്ങൾക്ക് എന്തൊരു സ്ട്രെസ് ഉണ്ടെങ്കിലും, എന്തൊരു ടെൻഷൻ ഉണ്ടെങ്കിലും, എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു പുസ്തകം കയ്യിൽ പിടിച്ച് ഒരു 2 പേജ് വായിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു റിലീഫ് അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ടീച്ചർ എന്തായി പറയുന്നതെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ്ഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വായിച്ച് തുടങ്ങണം ഇഷ്ടമുള്ള പുസ്തകങ്ങൾ. നിങ്ങൾക്ക് ബഷീറിനെ വായിച്ചു തുടങ്ങാം അല്ലേ. ബഷീറിനെ വായിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, വല്ലാത്തൊരു റിലാക്സേഷൻ കിട്ടും. കുറേ തമാശ കഥകളൊക്കെ വായിക്കണം എന്നുള്ളതാണെങ്കിൽ തമാശ മാത്രമല്ല കേട്ടോ, വളരെ രസകരമായിട്ടുള്ള രീതിയിലാണ് ബഷീർ നമ്മളോട് കഥ പറഞ്ഞു തുടങ്ങുന്നത്. കാരൂറിൻ്റെ കഥകൾ വായിക്കാം. ഇനിയിപ്പോൾ ഇതൊന്നുമല്ല, എനിക്ക് കുറേ ചരിത്ര കഥകളൊക്കെ അറിയണം, പുരാണങ്ങളൊക്കെ അറിയണം എന്നുള്ളതാണെങ്കിൽ അത്തരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് തേടി പിടിച്ച് വായിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വായന ഒരു ഭാഗത്ത് നടക്കുന്ന സമയത്ത് നമ്മൾ മറ്റൊരു കാര്യവും കൂടെ ചെയ്യുക. ഇന്നന്ന് വായിക്കുന്ന കാര്യങ്ങൾ, ഇനിയിപ്പോൾ അന്നന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഡയറി ആയിട്ട് എഴുതി വെക്കുക. എപ്പോഴും ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ് ടീച്ചറെ, ഡയറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറേ വലുതായി മാറുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ കുറേ വലുതാകുന്ന സമയത്തും ഈ ഒരു ഡയറി നിങ്ങളുടെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യും. ഒരു രസമാണ്. കുറേ മുന്നേ എഴുതിയ ഒരു കാര്യം പിന്നീട് വായിക്കുന്ന സമയത്ത് അതിൽ നിന്ന് നമുക്ക് ഒരുപാട് കിട്ടാനുണ്ട്. അപ്പോൾ ഡയറി എന്ന് പറയുന്നത് നിങ്ങൾ മറക്കാതെ എഴുതി വെക്കുക കേട്ടോ. പിന്നെ ഒന്ന് ടീച്ചർക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ക്യാമ്പുകൾ, സ്കൂളുകളിൽ ക്യാമ്പ് ഉണ്ടാവും, അതുപോലെ നാട്ടിൽ ക്യാമ്പ് ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ക്ലാസ്സുകളുണ്ടാവും, കുഞ്ഞു ക്ലാസ്സുകൾ. അതൊക്കെ നിങ്ങളെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? നിങ്ങളെ ആ പഠനത്തിൻ്റെ ഭാരത്തിൽ നിന്നും പഠനം ഭാരമൊന്നുമല്ല, പക്ഷേ എന്നും സ്കൂളിൽ പോയിട്ട് പഠിച്ച് കാര്യങ്ങൾ വന്ന് ചെയ്യുന്നതിലപ്പുറം നിങ്ങളെ മറ്റുള്ള കുട്ടികളായിട്ട് ഇടപഴകാൻ വേണ്ടിയിട്ട് ഒരു സോഷ്യലൈസേഷൻ, സൊസൈറ്റി ആയിട്ട്, സമൂഹമായിട്ട്, മറ്റുള്ള കുട്ടികളുമായിട്ട് മിങ്കിളാകാൻ വേണ്ടി നിങ്ങൾക്കൊരു ക്യാമ്പിനൊരു അവസരം കിട്ടുകയാണെങ്കിൽ അതൊരിക്കലും നിങ്ങൾ മിസ്സാക്കരുത്. ക്യാമ്പ് എന്ന് പറയുന്നത് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ മറ്റൊരു കാര്യം ക്യാമ്പാണ്. ക്യാമ്പിൻ്റെ എവിടെന്നെങ്കിലും ഒരു അവസരം നിങ്ങൾക്ക് വരികയാണെങ്കിൽ അത് 2 ദിവസം ആയിക്കോട്ടെ, 4 ദിവസം ആയിക്കോട്ടെ, 3 എത്ര ദിവസം ആയിക്കോട്ടെ, നിങ്ങൾ ആ ക്യാമ്പിൽ പങ്കെടുക്കുക. നിങ്ങൾ മറ്റൊരാളായിട്ട് മാറുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ എന്താണ്, പിന്നെ നിങ്ങളുടെ വീട്ടിലെ പറമ്പും ഒക്കെ നിങ്ങൾ കാണാത്ത കുറേ ആയിട്ടുണ്ടാവും. രാവിലെ സ്കൂളിൽ പോകും, വൈകുന്നേരം വിട്ട് വരും, അതിൻ്റെ ഇടയിൽ ട്യൂഷൻ, അത് ഇത് പഠനമൊക്കെ ആയിട്ട്. ഈ ഒരു വെക്കേഷൻ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുപാടും ഒന്ന് കണ്ണോടിക്കുക. വീട്ടിൽ വന്ന് കയറാറുള്ള അല്ലെങ്കിൽ വീടിൻ്റെ പരിസരത്ത് വരാറുള്ള പക്ഷികളെ നിങ്ങളൊന്ന് നിരീക്ഷിക്കുക. അതൊക്കെ മനസ്സിന്, കണ്ണിന് ഒരു കുളിർമ തരും. അപ്പോൾ ഉള്ള സമയം നമ്മൾ മൊബൈൽ റീൽസിലോട്ടും അതുപോലെ സോഷ്യൽ മീഡിയയിലെ മറ്റു കാര്യങ്ങൾക്കും മാത്രമായിട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക എന്നാണ് ടീച്ചർക്ക് പറയാനുള്ളത്. പിന്നെ ഒരു പ്രധാന കാര്യം, ക്വാളിറ്റി ടൈം വിത്ത് ഫാമിലി. നിങ്ങളുടെ നല്ല സമയം നിങ്ങൾ ഫാമിലി ആയിട്ട് ചിലവ് ചെയ്യുക. ഒരുപാട് ദൂരെ ടൂർ പോകണമെന്നൊന്നല്ല കേട്ടോ. നിങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, വീട്ടിൽ പ്രായമുള്ളവരായിട്ട് കഥകളൊക്കെ പറയുക,
നിങ്ങളെ സ്കൂളിലെ രസകരമായ കാര്യങ്ങൾ അവരുമായിട്ട് പങ്കുവെക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട് എന്നാണ് ടീച്ചർ ഓർമ്മപ്പെടുത്തുന്നത്. അത് വെക്കേഷനൊന്നും അല്ല, ഡെയിലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങൾക്ക് സമയമില്ല, അത് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. മക്കൾക്ക് ഒരുപാട് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊന്ന് കണ്ടെത്തുക. ഈ ഒരു സമയങ്ങളിൽ എൻ്റെ ടേസ്റ്റ് എന്താണ്, എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ തിരിച്ചറിയാനുള്ള ഒരു അവസരമാക്കിയിട്ട് നമ്മുടെ വെക്കേഷൻ സമയത്ത് നമ്മൾ എടുക്കുക. അപ്പോൾ വെക്കേഷൻ അടിപൊളിയാവട്ടെ, എല്ലാവർക്കും നല്ലൊരു ക്രിസ്തുമസ് ഉണ്ടാവട്ടെ. അതിനിടയിൽ മറക്കാതെ നമ്മുടെ പാഠപുസ്തകങ്ങളെയും അതുപോലെ മടക്കി വെക്കാതെ ആ പാഠപുസ്തകങ്ങളെയും ഒന്ന് തൊട്ട് തലോടുക എന്ന് പറഞ്ഞാൽ ഒന്ന് തൊട്ട് നോക്കി അങ്ങ് പോവാന്നല്ല കേട്ടോ. ആ പാഠപുസ്തകങ്ങൾ നമുക്ക് ഇനിയും നാളെയും വേണ്ടതാണ്, ഇനിയും പരീക്ഷയൊക്കെ വരാനുണ്ട് എന്ന് ഓർത്തുകൊണ്ട് അതും നമ്മൾ അതിനനുസരിച്ച് പഠിക്കുക, കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സ്നേഹാശംസകൾ. ഹാപ്പി ആയിട്ടുള്ള ഒരു വെക്കേഷൻ ആവട്ടെ, ഒരു ഒഴിവുകാലം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ശ്രുതി ടീച്ചറാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.